ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജൻസി സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും കൂടി തെരഞ്ഞെടുപ്പാണ്. തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എൽവിയ ദേവസി എന്ന 21 വയസ്സുകാരി ജൻസി കെറ്റ്. 1ാം വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ എൽവിയ സോഫ്റ്റ് ബേസ് ബോളിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങിയ കായിക താരം കൂടിയാണ്. പഠനത്തിന്റെയും സ്പോർട്സിന്റെയും തിരക്കിട്ട ഷെഡ്യൂളുകൾക്ക് അവധി നൽകിയാണ് എൽവിയ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങുന്നത്. വീടാന്തരം കയറണം, വോട്ടർമാരെ കാണണം, നേരിട്ട് കാണാനാവാത്തവരോട് ഫോണിൽ വോട്ട് ചോദിക്കണം. അങ്ങനെ തിരക്കോട് തിരക്കിലാണ് സ്ഥാനാർത്ഥി. വോട്ട് ചെയ്യണം. 21 വയസ്സും 3 മാസവും പ്രായമുള്ള എൽവിയയുടേത് പരമ്പരാഗത കോൺഗ്രസ് കുടുംബമാണ്. സിറ്റിംഗ് വാർഡായ ചൊവ്വൂർ ഈസ്റ്റ് ഇത്തവണ വനിതാ സംവരണ സീറ്റായതോടെ കോൺഗ്രസ് ഏകകണ്ഠമായാണ് എൽവിയയെ സ്ഥാനാർത്ഥിയാക്കിയത്. സോഫ്റ്റ് ബോൾ, സോഫ്റ്റ് ബേസ്ബോൾ എന്നിങ്ങനെ 3 വ്യത്യസ്ത കായിക ഇനങ്ങളിലായി ഒട്ടേറെ ദേശീയ രാജ്യാന്തര മത്സരങ്ങളിലും ഇതിനോടകം എൽവിയ കളത്തിലിറങ്ങിയിട്ടുണ്ട്. 2023 സൗത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സീനിയർ ടീമിന്റെ ഭാഗമായിരുന്നു എന്നതാണ് പ്രധാന നേട്ടം. നമ്മളെ കളിയിൽ ഇംപ്രൂവ് പോലെയാണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇംപ്രൂവ് അല്ല, ഇതിപ്പോ നമ്മൾ നാടിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോ ഇംപ്രൂവ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ഓൾറെഡി മെച്ചൂർഡാണ്, അതിനുവേണ്ടി ഇറങ്ങാൻ തയ്യാറാണ്. അതുപോലെ നമുക്കിത് ഞാൻ വാഗ്ദാനങ്ങളൊന്നും നൽകണില്ല. അവർ കൂടെ ഉണ്ടാവും എന്നും. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ അവർ കൂടെ ഉണ്ടാവും. +2 പഠിക്കുന്ന സമയം മുതൽ എൽവിയ പ്രദേശത്തെ വീടുകളിൽ നോട്ട്ബുക്ക് വിൽപ്പന നടത്തിയിരുന്നു. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും പോക്കറ്റ് മണി കണ്ടെത്താനുമൊക്കെയായി ബുക്കുകളുമായി വീടുകൾ കയറിയതോടെ നാട്ടിലാകെ പരിചയക്കാരായി. നാട്ടുകാർക്ക് തന്നോടുള്ള പരിചയവും സ്നേഹവും തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അനുകൂലമാകുമെന്നും തൃശൂർ വിമല കോളേജിൽ 1ാം വർഷ മലയാളം PG കോഴ്സ് വിദ്യാർത്ഥിനിയായ എൽവിയ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന് അപ്രമാദിത്യമുള്ള ചേർപ്പ് പഞ്ചായത്തിൽ 2015 മാത്രമാണ് LDF വിജയിച്ചത്. 3ാം വാർഡിലേക്ക് ഇത്തവണ നടക്കുന്ന മത്സരത്തിൽ CPIM-ന്റെ വിനീത രാജനും BJP-യുടെ ഷാലി ജഗനുമാണ് എൽവിയയുടെ പ്രധാന എതിരാളികൾ. ന്യൂസ് മലയാളം, തൃശൂർ.